ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗീതുസ് കിച്ചൻ. ഇന്ന് നമ്മൾ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിട്ട വെജിറ്റബിൾ ഫ്രൈഡ് റൈസിൻ്റെയും സോയ ചില്ലിയുടെയും റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടെ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ രാവിലെ എടുത്ത വീഡിയോ ആയതുകൊണ്ട് കുറച്ച് ഫാസ്റ്റാണ് കേട്ടോ വീഡിയോ ഒക്കെ. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കഴുകി വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു 3/4 വേവാകുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഊറ്റി മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ റൈസ് ഊറ്റി വെള്ളം പോകുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ബാക്കി പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യാം. അപ്പോൾ ഞാനൊരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം സോയ ചില്ലിയാണ് റെഡിയാക്കിയത്. അപ്പോൾ സോയ ചില്ലി വറുത്ത സൺഫ്ലവർ ഓയിലും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഒഴിക്കുന്നത്. ഓയിൽ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ഒന്ന് ഒരു ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് കിട്ടണം. ഇനി ഞാനിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ക്യാരറ്റ് ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക. എല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി ഞാനിതിലേക്ക് കുറച്ച് ബീൻസ് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫ്രഞ്ച് ബീനാണ് എടുത്തിട്ടുള്ളത്. ഫ്രഞ്ച് ബീൻ ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റാണ് ഫ്രൈഡ് റൈസിന്. ഇനി ഞാനിതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഞാൻ പച്ചക്കറികളെല്ലാം തലേദിവസം അരിഞ്ഞ് ഇതേപോലെ ഓരോ പാത്രങ്ങളിലാക്കി വെക്കും. കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനത് വിട്ടുപോയതാണ്. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് പച്ചക്കറികളൊക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പച്ചക്കറിയൊക്കെ സോട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് സോയാ സോസ്, കുറച്ച് ചില്ലി സോസ്, കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാഗിയുടെ ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഞാൻ സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടുമ്പോൾ ഞാൻ മാഗിയുടെ ചിക്കൻ ക്യൂബ് അങ്ങനെ ചേർത്ത് കൊടുക്കാറില്ല. നമ്മൾ വീട്ടിലെന്തെങ്കിലും ബർത്ത്ഡേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. സ്കൂളിലേക്കൊന്നും ഞാൻ അങ്ങനെ ചേർത്ത് കൊടുക്കാറില്ല. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 2 ചട്ടകം വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പം മിക്സ് ചെയ്ത് കിട്ടും. ക്യൂബ് യൂസ് ചെയ്യുന്നതിന് പകരമായിട്ടാണ് കേട്ടോ ഞാൻ റൈസ് വേവിച്ചപ്പോൾ സ്പൈസസ് ആഡ് ചെയ്തത്. അപ്പോൾ നമ്മുടെ റൈസിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് സോസൊക്കെ എല്ലായിടത്തോട്ടും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാലേ ആ റൈസിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. സ്പ്രിംഗ് ഓണിയനും ക്യാപ്സിക്കവും സെല്ലറിയൊക്കെ നിർബന്ധമൊന്നുമില്ല. അതിട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അതില്ലാണ്ടും ചില സമയത്തൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ചിലപ്പോൾ ക്യാരറ്റും ബീൻസും മാത്രമേ ഉണ്ടാവുള്ളൂ. കുറച്ച് ബസ്മതി റൈസ് ഇട്ടിട്ട് സോസ് എൻ്റെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ മാത്രം ഇട്ടിട്ട് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഫൈനലായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും സെലറിയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഓഫ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പിനോ അല്ലെങ്കിൽ സോസിനോ എന്തെങ്കിലും കുരുമുളകിനൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് സോയ ചില്ലി എങ്ങനെ റെഡിയാക്കി കിട്ടണമെന്ന് നോക്കാം. അടുപ്പത്തേക്ക് കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് സോയ ചങ്ക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുതിർന്ന് കഴിഞ്ഞപ്പോൾ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സോയാ സോസ്, ചില്ലി സോസ്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് കോൺഫ്ലവർ കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്ത സോയ ചങ്ക്സ് ഒന്ന് നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് പുരട്ടി വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഒരുപാട് ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപാട് ഡീപ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായി പോവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കളർ മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പോൾ സോയ ചങ്ക്സ് ഒക്കെ വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ വറുത്ത് കോരിയ സൺഫ്ലവർ ഓയിലിൽ നിന്ന് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്ക് ഇതേപോലെ ഒന്ന് മൂപ്പിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവാളയും കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിള്ളേർക്ക് അധികം ക്യാപ്സിക്കം ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവാളയും ക്യാപ്സിക്കും ഒന്നും ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇനി ഞാനിതിലേക്ക് കുറച്ച് സോസസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം ചില്ലി സോസ്, പിന്നെ കുറച്ച് സോയാ സോസ്, കുറച്ച് ടൊമാറ്റോ സോസ്
ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സോസൊക്കെ ഒന്ന് ഇളക്കി കൂട്ടിയതിന് ശേഷം നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് ഗ്രേവി ടൈപ്പായിട്ടാണ് എടുക്കുന്നത്, അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വിനാഗിരി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സോസൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഉപ്പൊക്കെ ശ്രദ്ധിച്ചിട്ടിടുക. ഞാൻ ഉപ്പ് ടേസ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറി തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആണ് ഞാൻ കുറച്ച് വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കോൺഫ്ലവർ ആഡ് ചെയ്ത് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള തിക്നെസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോയ ചില്ലി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പ്രിംഗ് ഓണിയനും സെല്ലറിയും കൂടി ചേർത്ത് കൊടുക്കാം. ഏറ്റവും ലാസ്റ്റ് ഞാൻ കുറച്ച് പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സോയ ചില്ലി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കറിയാണ്, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. അധികം സ്പൈസി ഒന്നുമല്ല. ആ ഒരു സോസിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും ചെറിയൊരു മധുരവും ചെറിയൊരു എരിവ് കൂടി വരുമ്പോൾ പിള്ളേർക്കൊക്കെ ഇഷ്ടമാവുന്ന ഒരു കറിയാണ്. അപ്പോൾ നമ്മൾ ലഞ്ച് ബോക്സിന് കൊടുത്തു വിട്ടിട്ടുള്ള വെജിറ്റബിൾ ഫ്രൈഡ് റൈസും സോയ ചില്ലിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.